സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി നിശ്ചയിച്ച കാര്യങ്ങളുമുണ്ട്. അവൻ ഐച്ഛികമായി അഥവാ സുന്നത്തായി നിശ്ചയിച്ചിട്ടുള്ള ചില ആരാധനകളുമുണ്ട്. ഈ ആരാധനകൾ അവൻ ഐച്ഛികമായി നിശ്ചയിക്കുകയും നിർബന്ധമാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവയുടെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഐച്ഛികമായി നിശ്ചയിച്ച അത്തരം ഇബാദത്തുകളിൽ മത്സരിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ പോലെ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിലുമെല്ലാം നോൽക്കുന്ന നോമ്പുകൾ പോലെ, അതേപോലെ തന്നെ നിർബന്ധമായ സക്കാത്തിന് പുറമെ നൽകുന്ന സദഖകൾ പോലെ, നിർബന്ധ ഹജ്ജിന് പുറമെ നിർവഹിക്കപ്പെടുന്ന ഹജ്ജുകളും അതേപോലെ ഉംറകളും പോലെയുള്ള ഇബാദത്തുകൾ, അവയുടെ എല്ലാം പ്രാധാന്യവും പൊരുളും അറിയുന്ന ആളുകൾക്ക് തീർച്ചയായും അത്തരം വിഷയത്തിൽ മത്സരിച്ച് മുന്നേറാതിരിക്കാൻ സാധിക്കുകയില്ല. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നോക്കൂ. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. സുന്നത്തായ കാര്യങ്ങളിലൂടെ ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സ്നേഹിക്കും. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ വഇൻ സഅലനീ ലഉഅതിയന്ന വലഇൻ ഇസ്തആദനീ ലഉഈദന്ന. ഞാൻ അവനെ സ്നേഹിച്ചാൽ അവൻ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനായി തീരും. അഥവാ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കേൾക്കാനും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കാണാനും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം കൈകൾ കൊണ്ട് സ്വീകരിക്കാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് മാത്രം ചലിക്കുവാനുമുള്ള വമ്പിച്ചതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകും. അതിനു പുറമെ അള്ളാഹുവിനോട് അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. എന്തിൽ നിന്ന് രക്ഷ ചോദിച്ചാലും അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും. ഇപ്രകാരം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന, അമൽ സ്വാലിഹാത്തുകൾക്ക് തൗഫീഖ് ലഭിക്കപ്പെടുന്ന വലിയ ഒരു വിഷയമാണ് സുന്നത്തായ ഐച്ഛികമായ ആരാധനകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക എന്നത്. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സുപ്രധാനമായ വിഷയമുണ്ട്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള, പരലോകത്ത് നിർബന്ധമായും ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്തുകളുണ്ട്. അതിൽ സംഭവിക്കുന്ന വീഴ്ചകൾ ഈ സുന്നത്തായ ആരാധനകളിലൂടെ പരിഹരിക്കപ്പെടുന്നതാകുന്നു. നമസ്കാരത്തിന്റെ വിഷയം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും സത്യവിശ്വാസികളെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഹൽ തജിദൂന ലിഅബ്ദി തതവ്വുഅൻ തുകമ്മിലു ബിഹി മാ വയ്യ മിൻ ഫരീദത്തി. എന്റെ അടിമ വല്ല സുന്നത്തായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർളിൽ നിന്ന് അയാൾ നഷ്ടപ്പെടുത്തിയതിലേക്ക് ഇതുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കുക. അങ്ങനെ സക്കാത്തും മറ്റു സുമ്മ സായിറുൽ അമാൽ അലാ ഹസബി ദാലിക്, എല്ലാ കർമ്മങ്ങളും ഇതേപോലെ അല്ലാഹു മലക്കുകളോട് പരിശോധിക്കാൻ വേണ്ടി പറയുകയും നിർബന്ധമായ ഇബാദത്തുകളിൽ വന്ന, നോമ്പിൽ വന്ന, സക്കാത്തിൽ വന്ന വീഴ്ചകളൊക്കെ ഐച്ഛികമായ ഇബാദത്തുകൾ കൊണ്ട് പരിഹരിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്രകാരം അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച ഏറെ പുണ്യമുള്ള ഒരു സുന്നത്താണ് ശവ്വാൽ മാസത്തിലെ 6 നോമ്പ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമിദ് ദഹർ. റമദാനിൽ മുഴുവനായി നോമ്പ് നോൽക്കുകയും പിന്നീട് ശവ്വാലിൽ 6 നോമ്പ് കൊണ്ട് അതിനെ പിന്തുടരുകയും ചെയ്താൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്ന് മറ്റൊരു ഹദീസിൽ പ്രവാചകർ പഠിപ്പിച്ചു. മൻ ഫാമ സിത്തത അയ്യാമിൻ ബഅദൽ ഫിത്ർ കാന തമാമ സന മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരാൾ റമദാനിൽ പൂർണ്ണമായി നോമ്പ് നോറ്റ് പിന്നീട് ശവ്വാലിൽ 6 നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. കാരണം ഒരു പുണ്യത്തിന് 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ 36 ദിവസത്തെ നോമ്പ് അതല്ലെങ്കിൽ 35 ദിവസത്തെ നോമ്പ് അതിനോട് 10 ഗുണിച്ചാൽ ലഭിക്കുന്നത് ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിമും അതേപോലെ മറ്റൊരുപാട് മുഹദ്ദിസുകളും ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഈ ഹദീസിൽ വിശദീകരിക്കപ്പെട്ട ഈ പുണ്യം നാം കരസ്ഥമാക്കേണ്ടതുണ്ട്. എന്നാൽ ചില തൽപര കക്ഷികൾ, ഞങ്ങൾ ഇസ്ലാമികളാണ് എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട ചില ആളുകൾ പോലും ഇത്തരം ഹദീസുകളൊക്കെ ദുർബലമായി തള്ളുന്നുണ്ട്. അതിലേക്കൊരിക്കലും നാം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. മറിച്ച് ഈ പറയപ്പെട്ട പുണ്യം നേടിയെടുക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 2 വിഷയമുണ്ട്. ഒന്ന്, ശവ്വാൽ മാസത്തിൽ ഏത് ദിവസവും ഈ 6 നോമ്പുകൾ നോൽക്കാവുന്നതാകുന്നു. എന്നാൽ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ നന്മയിലേക്ക് മുന്നേറുന്നതാണ് ഖൈർ എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ, ഷെയ്ഖ് സാലിഹുൽ ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാരും സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിലെ പണ്ഡിതന്മാരും വ്യക്തമാക്കി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റമദാനിൽ വല്ല നോമ്പും വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ, സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ, അവർ ആദ്യം വിട്ടുപോയ നോമ്പാണ് പൂർത്തീകരിക്കേണ്ടത്. കാരണം മൻ സാമ റമദാന, റമദാനിൽ പൂർണ്ണമായും നോമ്പ് നോറ്റു എന്നാണല്ലോ ഹദീസിൽ വന്നത്.
അതുകൊണ്ട് തന്നെ വിട്ടുപോയ നോമ്പുകൾ ആദ്യം നോറ്റുവീട്ടിയതിനു ശേഷം ഈ പുണ്യത്തിലേക്ക് നാം കടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് സൽക്കർമ്മങ്ങൾക്ക് തൗഫീക്ക് ലഭിക്കുന്ന പുണ്യകർമ്മങ്ങൾ, അതിൽ ഒരിക്കലും നമ്മൾ മടി കാണിക്കാതെ മുന്നോട്ട് വരേണ്ടതാകുന്നു. ഒരു ദിവസം നോമ്പ് നോറ്റാൽ തന്നെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെങ്കിൽ ഒരു വർഷം നോമ്പ് നോൽക്കുക എന്നതിന്റെ പുണ്യം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ ഈ പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി നാം മത്സരിച്ച് മുന്നോട്ട് വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ.